നിങ്ങൾക്ക് മുട്ടുവേദനയുണ്ടെങ്കിൽ ഒരു 5 കിലോ ഭാരം കുറച്ചാൽ പോലും നിങ്ങളുടെ മുട്ടിന് എന്ത് മാറ്റം സംഭവിക്കും എന്ന് അറിയാമോ? പ്രത്യേകിച്ച് നടക്കുമ്പോഴും പടികൾ കയറുമ്പോഴും മുട്ടുവേദന അനുഭവിക്കുന്നവർ ഇത് അറിഞ്ഞിരിക്കണം. ശരീരഭാരം കുറയുമ്പോൾ മുട്ടിന് വരുന്ന ലോഡ് എത്രത്തോളം കുറയും? അതുകൊണ്ട് മുട്ടുവേദനയ്ക്ക് എന്ത് മാറ്റം വരും? ഒരു പഠനത്തിൽ മുട്ടുതേയ്മാനമുള്ള ശരീരഭാരം കൂടിയ അല്ലെങ്കിൽ ഒബീസ് ആയ ആളുകളിൽ ഓരോ പൗണ്ട് ശരീരഭാരം കുറയുമ്പോഴും ഓരോ സ്റ്റെപ്പിലും മുട്ടിൽ വരുന്ന ലോഡ് ഏകദേശം 4 പൗണ്ട് കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഏകദേശം 5 കിലോ വെയിറ്റ് കുറച്ചാൽ ഓരോ സ്റ്റെപ്പിലും മുട്ടിനു വരുന്ന ലോഡ് ഏകദേശം 20 കിലോയ്ക്ക് തുല്യമായ അളവിൽ കുറയാം. ഇനി നിങ്ങൾ ഒരു ദിവസം ആയിരക്കണക്കിന് സ്റ്റെപ്പുകൾ നടക്കുന്നതായി സങ്കല്പിക്കൂ. ഓരോ സ്റ്റെപ്പിലും കുറയുന്ന ഈ ലോഡ് എല്ലാം കൂടി നോക്കുമ്പോൾ മുട്ടിന് ലഭിക്കുന്ന ആശ്വാസം വളരെ വലുതാണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മളുടെ ശരീരഭാരം മാത്രമല്ല മുട്ടിന് അനുഭവപ്പെടുന്നത്. ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ശരീരഭാരത്തിന്റെ പല മടങ്ങ് ഫോഴ്സ് മുട്ടിലൂടെ കടന്നു പോകാം. അതുകൊണ്ട് ചെറിയ ഒരു വെയിറ്റ് ലോസ് പോലും മുട്ടിന് വലിയൊരു മാറ്റമാണ് നൽകുക. അതുകൊണ്ടാണ് ശരീരഭാരമുള്ള മുട്ട് തേയ്മാനമുള്ള രോഗികളിൽ ചികിത്സയിൽ വെയിറ്റ് റിഡക്ഷൻ പ്രധാനമാകുന്നത്. വെയിറ്റ് കുറയ്ക്കുന്നതിനോടൊപ്പം മുട്ടിനു ചുറ്റുമുള്ള മസിലുകളെ ശക്തിപ്പെടുത്താനുള്ള എക്സസൈസുകൾ, ശരിയായ ചികിത്സ, ഡയറ്റ് മോഡിഫിക്കേഷൻസ് എന്നിവ കൂടി ചെയ്യുമ്പോഴാണ് കൂടുതൽ ഗുണം ലഭിക്കുന്നത്. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ മുട്ടു തേയ്മാനമുള്ള ശരീരഭാരം കൂടിയ രോഗികളിൽ വെയിറ്റ് കുറയ്ക്കൂ എന്ന് മാത്രം പറയാറില്ല. അവരുടെ മുട്ടിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് എത്ര ആക്ടിവിറ്റി ചെയ്യാം, ഏതൊക്കെ എക്സസൈസ് ചെയ്യാം, എങ്ങനെ പതുക്കെ ശരീരഭാരം കുറയ്ക്കാം എന്നതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് പൊതുവിൽ സ്വീകരിക്കാറുള്ളത്. മുട്ടുവേദനയെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യൂ. മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും അറിവിലേക്കായി വീഡിയോ ഷെയർ ചെയ്യൂ. മുട്ടുവേദന സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി അക്കൗണ്ട് ഫോളോ ചെയ്യൂ.